guys. Hello guys. Hi guys. So ഇന്ന് ഞങ്ങൾ ഒരുപാട് നാൾക്ക് ശേഷം ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പ് പോവാണ്. എവിടേക്കാണ്? വിയറ്റ്നാം, Cambodia. കംബോഡിയ. So നമ്മളിപ്പോ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ വന്നിട്ടുണ്ട്. നമ്മൾ പോണത് ഡെസ്റ്റിനേഷൻ ഹോളിഡേയ്സിന്റെ കൂടെയാണ്. ഇവരാരും ക്യാപ്പ് വെക്കൂല. കുറച്ച് നേരത്തേക്ക് ഞാൻ ക്യാപ്പൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഫ്രീക്കത്തിയായിട്ട് നടക്കും. നമ്മൾ ഉള്ളിൽ പോയിട്ട് നമുക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റാണ്. രാവിലെ നമ്മൾ അവിടെ എത്തും. നേരെ നമ്മൾ ട്രിപ്പിലേക്കാണ് പോണത്. അപ്പോൾ ഉള്ളിലത്തെ വിശേഷങ്ങളും ബാക്കി വിശേഷങ്ങളും വഴിയെ കാണിക്കാം. പോവാൻ ക്യാപ്പൊക്കെ വെച്ച് റെഡി ആയിട്ട് നിൽക്കുന്ന എൻ്റെ അച്ഛൻ, അമ്മ, അപ്പൂസ്, അരുൺ. ഇതാണ് നമ്മുടെ ടൂർ മാനേജർ അഞ്ജന മാം. അഞ്ജന മാം കുറച്ച് സ്ട്രിക്റ്റ് ആണ്, പക്ഷേ ചില്ലാണെന്നാണ് കേട്ടത്. യെസ്. ഇമിഗ്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നേരെ ഉള്ളിലോട്ട് കയറിയിട്ട് ടിക്കറ്റ് ഒക്കെ കിട്ടി. സീരിയസ് ആയിട്ടുള്ള വർത്തമാനത്തിലാണ് നമ്മൾ പോണത്. സോ അതിലാണ് നമ്മൾ പോണത്. ഡയറക്റ്റ് നമ്മൾ ഹോച്ചിമിൻ സിറ്റിയിലോട്ടായിരിക്കും പോണത്. ഹായ് പറ. ഹായ്. ഹായ്. നമ്മൾ നേരത്തെ ഹായ് പറഞ്ഞതാണ്. സോ നമുക്ക് ഇനിയും സമയമുണ്ട്. ഇപ്പൊ ഇവിടെ സമയം വിശപ്പിന്റെ സമയമാണ്. അതെ, 9:30 എന്തോ ആയിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും 11:50 നമ്മുടെ ഫ്ലൈറ്റ് ഉള്ളത്. നമ്മളിനി ഇവിടെ ഇരിക്കാൻ പോവാണ്. പറ്റുവെച്ചാൽ എന്തെങ്കിലും പോയി കഴിക്കും, അല്ലെങ്കിൽ ശ്രമം നടത്തും. അതെ, ഇല്ലെങ്കിൽ നമ്മൾ മേളിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കും, ഫുഡ് കോർട്ടിൽ പോയിട്ട് കഴിക്കും. സോ നമ്മളിപ്പോൾ തൽക്കാലം ഇവിടെ വെയിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ടൂർ മാനേജറാണിത്, അഞ്ജന. ഡെസ്റ്റിനേഷനിൽ നിന്ന് അഞ്ജനയാണ്. മെയിൻ ഒരു ടാഗ് ലൈൻ ഉണ്ട്, പറഞ്ഞെടുക്ക്. ഹായ് ഗായ്സ്, അതാണ് ഫ്രം ഡെസ്റ്റിനേഷൻ ഹോളിഡേയ്സ്. പറഞ്ഞത് വേറെ. എന്താ പറയാൻ പറഞ്ഞത് നമ്മള്? ഐ ആം സ്ട്രിക്റ്റ്, വെരി വെരി സ്ട്രിക്റ്റ്. യു ആർ സ്ട്രിക്റ്റ്, അങ്ങനെയാണോ? കുഴപ്പമില്ല, ബാക്കി പിന്നെ. അപ്പൊ നമ്മുടെ ഫ്ലൈറ്റ് ഇപ്പൊ എടുക്കാൻ പോവാണ്. പോവാല്ലേ. നമ്മളിതാ വിയറ്റ്നാമിലേക്ക് എത്തിയിട്ട് ഇവിടുത്തെ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ബാഗ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. ഇനിയിപ്പോൾ ഈ ബാഗ് കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോകും. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇന്നത്തെ സിറ്റി ടൂർ തുടങ്ങുന്നത്. അപ്പോൾ ഇന്നത്തെ ഫ്ലൈറ്റിൻ്റെ കാര്യം ഒന്നും പറയണ്ട. കാല് നീട്ടി വെക്കാൻ പോലും ലെഗ് സ്പേസ് ഒന്നും ഉണ്ടായില്ല അധികം. കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും എത്തിയാൽ മതി. പിന്നെ ഏറ്റവും വലിയ സീൻ ഭയങ്കര ടർബുലൻസ് ആയിരുന്നു. ടർബുലൻസ് കാരണം പേടിയായിട്ട് ഉറങ്ങാനും പറ്റുന്നുണ്ടായില്ല. എങ്ങനെയൊക്കെയോ നമ്മളിവിടെ എത്തിയിനി. ഇപ്പോൾ ഇന്നത്തെ ടൂർ പെട്ടെന്ന് കഴിയുമെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് റൂമിൽ പോയിട്ട് കുറച്ച് നേരം കിടന്നിട്ട് രാത്രി ചിലപ്പോൾ ഒന്ന് നൈറ്റ് ലൈഫ് കാണാനുള്ള ഒരു പ്ലാനിങ് ഉണ്ട്. എങ്ങനെയൊക്കെ പോകുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ബാഗ് എടുത്തിട്ട് ഫുഡ് കഴിക്കാം. നമ്മളിത് ബാഗൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ നേരെ നമ്മുടെ വണ്ടിയിലേക്ക് പോവാണ്. എല്ലാവരും മുമ്പിലൂടെ നടക്കുന്നുണ്ട്. എൻ്റെ ബാക്കിൽ അച്ഛൻ, അമ്മ, മുമ്പിൽ അരുണും മഞ്ജുനാഥും പോകുന്നുണ്ട്. സോ വണ്ടി ഏതാണെന്നൊന്നും അറിയില്ല. നോക്കാം. ഞാനിപ്പോൾ മേക്കപ്പൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചു, ഞാൻ വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. സോ നമുക്ക് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് കൊണ്ടുപോയത്, സൗത്ത് ഇന്ത്യൻ. അവിടെ നമ്മൾ ഇഡ്ഡലിയും ദോശയൊക്കെയാണ് കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴേ നമ്മൾ മണി എക്സ്ചേഞ്ച് ചെയ്യാൻ വന്നേക്കാണ്. സോ അത് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഞാൻ കാണിക്കാം. അവിടെ എല്ലാവരും എൻ്റെ അച്ഛനും അനിയനൊക്കെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മ മരുന്ന് എടുക്കാൻ മറന്നു പോയിട്ടുണ്ട്. സോ മരുന്ന് കിട്ടുമോ എന്നുള്ളത് നോക്കണം. സെയിം സാധനം ഇവിടെ കിട്ടുമോ? അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ മണി എക്സ്ചേഞ്ചിന് കയറിയത് തന്നെ. അല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും നോക്കുള്ളൂ. വരുന്ന ഷോപ്പിങ്ങിന് പോകുമ്പോൾ നോക്കിയാൽ മതിയല്ലോ. സോ മരുന്ന് ആവശ്യമുണ്ട്. സോ അത് നോക്കാൻ പോകണം. അങ്ങനെ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് നമുക്ക് ഗുളിക കിട്ടിയിട്ടുണ്ട്. 20,000
വിയറ്റ്നാമീസ് ഡോങ് ആണ് നമ്മൾ കൊടുത്തത്. അതിന് 20,000 എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര റേറ്റ് ആണെന്നൊക്കെ തോന്നും, പക്ഷേ കൺവേർഷൻ വരുമ്പോൾ ഭയങ്കര കുറവാണ്. അത്ര ഞാൻ നോക്കിയിട്ടില്ല. എന്തായാലും നമ്മളിപ്പോൾ എന്തായാലും ഒരു 4,50,000 എന്തോ നമ്മൾ ഡോളർ മാറ്റി വിയറ്റ്നാമീസ് ഡോങ് ആക്കിയിട്ടുണ്ട്. കാരണം എന്തായാലും ഇനിയിപ്പോൾ മാറ്റാൻ കയറിയല്ലോ. സോ ബാക്കി കൂടെ മാറ്റാമെന്ന് വിചാരിച്ചു. എൻ്റെ കയ്യിൽ ഇല്ല, കാരണം ഇവിടെ മൊത്തം ആൾക്കാർ ഇങ്ങനെ വിൽക്കാൻ വന്നുകൊണ്ട് എൻ്റെ കയ്യിൽ വെക്കാൻ എനിക്ക് പേടിയാണ്. അത് ഞാൻ അച്ഛൻ്റെ ബാഗിലാണ് ഇട്ടേക്കണത്. എന്തായാലും ഞാൻ വഴിയെ അതിൻ്റെ ഒരു വീഡിയോയോ ഫോട്ടോയോ എന്തെങ്കിലും ഇതിൽ അറ്റാച്ച് ചെയ്യാം. സോ ഇതുവരെ നല്ലൊരു വെതറാണ്, നമുക്ക് മഴ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതുവരെ മഴയൊന്നും വന്നിട്ടില്ല. വെയിൽ തന്നെയാണ്. കുറച്ച് നേരം കൂടെ കഴിഞ്ഞ് ഈ ജാക്കറ്റൊക്കെ ഊരി മാറ്റുന്നതാണ് ഞങ്ങളുടെ ടൂർ ഗൈഡൊക്കെ പറഞ്ഞത്. സോ ഇനി അങ്ങോട്ട് നമ്മൾ സിറ്റി ടൂർ സ്റ്റാർട്ട് ചെയ്യാണ്. എൻ്റെ ഒപ്പം അപ്പൂസ് ഉണ്ട്, മരുന്ന് മേടിക്കാൻ വന്നതാണ്. സോ ഈ വെയിലൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം. നമുക്ക് പറ്റിയ നല്ല കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ടിറങ്ങാൻ പറ്റും. എന്തായാലും ഇനി അങ്ങോട്ട് എന്താ നോക്കാം. ഞങ്ങളിങ്ങനെ വിയറ്റ്നാമിൻ്റെ തെരുവുകളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടാണ് സിറ്റി ടൂറെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. എൻ്റെ അമ്മ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. രാവിലെ തന്നെ മരുന്നെടുക്കാണ്ട് ഇറങ്ങി വന്ന വലിയൊരു മഹത് യുവതി നമ്മുടെ കൂടെ ഉണ്ട്. എൻ്റെയും മഞ്ജുനാഥിൻ്റെയൊക്കെ മരുന്നെടുത്തെടുത്ത് സ്വന്തം മരുന്നെടുക്കാൻ ഒരമ്മയുടെ ത്യാഗം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം. അച്ഛൻ പിന്നെ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നേരത്തെ 20,000 രൂപയല്ല, 20,000 കൊടുത്തു. 20,000 വിയറ്റ്നാമീസ് ഡോങ് കൊടുത്ത് മേടിച്ചു. അതുകൊണ്ട് അച്ഛൻ എൻ്റെ അമ്മക്ക് 30,000 രൂപ കൊടുക്കാനുണ്ട്. അച്ഛൻ അങ്ങോട്ട് വന്നിട്ട് ഫസ്റ്റ് തന്നെ പറഞ്ഞ ഡയലോഗാ, ഞാൻ നിനക്ക് 30,000 തരാനില്ല, 20,000 അതിൽ നിന്ന് കുറച്ചോ, ഞാൻ നിനക്ക് മരുന്ന് മേടിച്ചിട്ടുണ്ട്. പാവം എൻ്റെ അമ്മ അത് വിശ്വസിക്കാനേ, പക്ഷെ ഞാൻ അവിടെ വിശ്വസിച്ചിട്ടില്ല. സോ നമ്മളിപ്പോൾ അതേ നമ്മുടെ ടൂറിൽ വന്ന് എല്ലാവരുടെയും കൂടെ നിൽക്കാണ്. ഞാൻ എന്താ പറയണെന്ന് കേട്ടിട്ട് വന്നിട്ട് പറയാം. അതായത് നമുക്ക് വേണമെങ്കിൽ ഹോച്ചിമിനിൽ നിന്ന് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സൈഗോണിൽ നിന്ന് യൂസ് ചെയ്യാം. ബട്ട് ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് ഹോച്ചിമിൻ തന്നെയാണ് യൂസ് ചെയ്യുള്ളൂ, ലൈക്ക് സ്റ്റാമ്പും അങ്ങനത്തെ എല്ലാ കാര്യങ്ങൾക്കും. എന്തായാലും കുറച്ച് നേരം കൂടെ കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ ഫ്രൈ ഇവിടെ കിട്ടും. മാതിരി വെയിലാണ്, സൺസ്ക്രീൻ വാരി പൊത്തിയിട്ടുണ്ടെന്നാൽ കൂടെ ചൂട് സഹിക്കണില്ല. നമ്മൾ ഇന്ത്യയിൽ നിന്ന് വന്നിട്ട് വലിയ ടെമ്പറേച്ചറൊന്നും കാണിക്കണില്ല, പക്ഷെ ഡയറക്റ്റ് എന്തോ പൊള്ളിക്കണ ചൂട് പോലെയാണ് മേത്തടിച്ചുകൊണ്ടിരിക്കണേ. എല്ലാവർക്കും അതിങ്ങനെ ഫീൽ ആയിക്കൊണ്ടിരിക്കണേ. കഷ്ടകാലത്തിനാണെങ്കിൽ ഞാൻ ബസ് സ്റ്റേഷനിൽ നിന്ന് തന്ന ക്യാപ്പ് വണ്ടിയിൽ വെച്ച് മറന്നു. സൺസ്ക്രീൻ ആണെങ്കിൽ വണ്ടിയിൽ വെച്ച് മറന്നു. ഇനിയിപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്തതായിട്ട് ഉള്ളിലോട്ടൊന്ന് കയറാം. സോ ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഓപ്പറ ഹൗസ്. ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് നമ്മുടെ. ആക്ച്വലി ഇവിടെ ഷോസൊക്കെ നടക്കുന്നുണ്ട്, ലൈക്ക് മൺഡേ ടു തേഴ്സ്ഡേ ഷോസ് നടക്കുന്നുണ്ട്. സോ അതാണ് ഓപ്പറ ഹൗസ് എല്ലാവരും എൻ്റെ ബാക്കിലുള്ളത്. ഷോസൊക്കെ നടക്കുന്നുണ്ട്, ബട്ട് നമ്മൾ എന്തായാലും ടിക്കറ്റ് എടുത്തിട്ടില്ല. ഇവിടെ പക്ക വിയറ്റ്നാമീസിൻ്റെ ഹിസ്റ്ററിയാണ് കാണിച്ചെടുക്കുന്നത്. നമുക്ക് എന്തായാലും പുറത്തത്തെ വ്യൂ ഒരുപാട് കിട്ടുന്നതാണ് അഞ്ജലി ചേച്ചി പറഞ്ഞേക്കണത്. ഇനിയും കുറേ ഹിസ്റ്റോറിക് ആയിട്ടുള്ള സ്ഥലങ്ങളുടെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തും, പുറത്തുനിന്ന് ഫോട്ടോ എടുത്തോളൂ എന്നാണ് പറഞ്ഞേക്കണത്. ഇനി എന്തൊക്കെയാവും നോക്കാം. സോ എൻ്റെ ബാക്കിൽ ഇപ്പോൾ നമ്മൾ കാണാനായിട്ട് വന്ന പോസ്റ്റ് ഓഫീസ്. സോ വിയറ്റ്നാമിൽ ഒരുപാട് പോസ്റ്റ് ഓഫീസ് ഉണ്ടെങ്കിലും ഇതാണ് നമ്മുടെ മെയിൻ വൺ. ആക്ച്വലി സുജിത് ഭക്തൻ ചേട്ടൻ്റെ വീഡിയോയിൽ ഞാൻ ഈ ഒരു സാധനം കണ്ടിരുന്നു. സോളിൽ കടകളാണെന്നൊക്കെ നമുക്കറിയാം. എന്തായാലും ഇവിടുന്ന് കുറച്ച് പിക്ചേഴ്സ് എടുത്തിട്ട് ഉള്ളിൽ കയറി എന്താണെന്ന് വെച്ചാൽ കാണണം. ഉള്ളിൽ കയറാൻ കിട്ടുന്ന ഒരു അവസരങ്ങളും ഞങ്ങൾ ഇനി പാഴാക്കില്ല. കാരണം ഈ ചൂടിൽ നിന്ന് മാറി നിൽക്കാൻ കിട്ടുന്ന എല്ലാ അവസരങ്ങളും മാക്സിമം നമ്മൾ മുതലെടുക്കും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള കാര്യം കറക്റ്റായിട്ട് അറിയില്ല. ഇതാണ് ഒരു പാക്കേജിൽ വരുമ്പോഴുള്ള ഗുണം. അവർ ഓൾറെഡി നമുക്ക് ഐറ്റിനറി തന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ഭയങ്കര നല്ല കുട്ടിയായതുകൊണ്ടും എനിക്ക് കൗതുകം ലേശം കുറവായതുകൊണ്ടും ഞാൻ ഈ പ്രാവശ്യം ഒന്നും നോക്കിയിട്ടുണ്ടായില്ല. സോ എന്തായാലും ഫ്ലോയിൽ അങ്ങോട്ട് പോവാണ്. എന്തായാലും നമ്മുടെ ഗൈഡ് ഓരോ കാര്യങ്ങളും നമ്മൾ എത്തുന്നതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അഞ്ജന ചേച്ചി ആണെങ്കിലും ഓരോ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത് നോക്കിയിട്ട് വരാം.
സോ ദേ എല്ലാവരും ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി പോകാൻ പോവാണ്. 15 മിനിറ്റ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി സമയം തരുന്നുണ്ട്. പോയി പർച്ചേസ് ചെയ്യാം. ഇന്നെന്തായാലും നമ്മൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്തൊന്നും ഉണ്ടാവില്ലായിരിക്കും. പർച്ചേസ് ചെയ്യുമോ എന്തെങ്കിലും? അമ്മ സത്യം തുറന്നു പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്താ നോക്കാം. നമ്മളിവിടെ നിന്ന് ഇറങ്ങി. ഇതാണ് നമ്മുടെ ബസ്. അതിൽ കയറിയിട്ട് നമ്മളിപ്പോൾ മ്യൂസിയത്തിലോട്ട് പോകാൻ പോവാണ്. ഹായ് ഗായ്സ്, നമ്മളിപ്പോൾ വാർ മ്യൂസിയത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ ഞങ്ങൾ നിങ്ങൾക്ക് കാണിക്കാൻ പോവുകയാണ്. ഓക്കെ, നല്ലൊരു മഴക്കാറ് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അകത്ത് കയറേണ്ടിയിരിക്കുന്നു. സോ ജസ്റ്റ് ഒരു പെട്ടെന്നുള്ളൊരു കാഴ്ചയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കിയെല്ലാം അകത്ത് പോയിട്ട് കാണിക്കാം. അതാ അമൃതം ഓടിപ്പോയി അവിടെ ഫോട്ടോ പോസ്റ്റ് നോക്കുന്നു. പക്ഷേ ഇത് വീഡിയോ കൊണ്ട് നമ്മൾ ഒരു ഫോട്ടോ എടുത്തെടുത്തു. ഇതാണ് നമ്മളുടെ ഒഫീഷ്യൽ ക്യാമറമാൻ. ഇതാണ് വാർ മ്യൂസിയത്തിൻ്റെ ബിൽഡിംഗ്. ഇവിടെ നമ്മൾ 1 മണിക്കൂറാണ് ഇവിടെ കാണാനുള്ളത്. സോ 2 ഫ്ലോർ ഉണ്ട്. നമ്മളത് കംപ്ലീറ്റ് ഫുള്ളായിട്ട് നോക്കണം. സോ നമ്മളിത് ഇവിടെ എത്തിയിട്ട് പുറത്തുനിന്ന് അത്യാവശ്യം ഫോട്ടോസ് എടുക്കുകയാണ്. എന്തായാലും വലിയ വലിപ്പില്ല, അതുകൊണ്ട് ഉള്ളിൽ കയറാൻ നിർബന്ധമൊന്നുമില്ല. എന്നാലും ചൂടുണ്ട്, വെയിലായിട്ടില്ല. ചെറിയൊരു മഴക്കാർ, അരുൺ പറഞ്ഞ പോലെ ചെറിയൊരു മഴക്കാർ നമുക്കിവിടെ ഉണ്ട്. സോ നമുക്കൊരു 1 hour തന്നേക്കുന്നത്. എന്തായാലും ഉള്ളിൽ പോയിട്ട് എന്താണ് ഇവിടുത്തെ വാർ റെമനൻസ് മ്യൂസിയം എന്താണെന്ന് നമുക്ക് നോക്കി വെക്കാം. എല്ലാവരും അവിടെ ഇവിടെ കേട്ട് മാറിപ്പോയി, ആരും ഒരുമിച്ചല്ല. സോ ഇതൊക്കെ കഴിയുമ്പോൾ എല്ലാവരും പുറത്ത് വരെയായിരിക്കും. എന്നാലും നമുക്ക് ഉള്ളിൽ പോയി നോക്കാം. വീട്ടുകാരെയൊക്കെ ഞങ്ങൾ ലിഫ്റ്റിൽ കയറ്റി വിട്ടിട്ട് ഞങ്ങൾ സ്റ്റെപ്പ് കയറണം. ഫസ്റ്റ് ഫ്ലോറിലാണ് എന്താണ് നമുക്ക് പോകേണ്ടത്. സ്റ്റെപ്പ് കയറുന്ന വെച്ചാൽ നമ്മൾ കുട്ടികളാക്കി എന്താണ് സെക്കൻഡ് ഫ്ലോർ.
പ്രായത്തിൽ മൂത്തത് ഞാനാണെങ്കിലും മനസ്സുകൊണ്ട് ഏറ്റവും ചെറുത് ഞാനാണ്. വലിയ വലിയ ആൾക്കാർ മുമ്പിൽ നടക്കുന്നു. സോ ഓക്കെ, ഒരു സ്റ്റെപ്പ് നടന്ന് കയറിയിട്ടൊന്നും ആയിട്ടില്ല, ഇനിയും കയറണം എന്നാണ് പറയുന്നത്. സോ എന്താ നമുക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റാത്ത സ്ഥിതിക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് പറഞ്ഞറിയിക്കാം. ആൻഡ് പറ്റുവെച്ചാൽ ആരോടെങ്കിലും പെർമിഷൻ ചോദിച്ചിട്ട് വീഡിയോ എടുക്കാൻ പറ്റും നോക്കാം. കേസ് നടന്നില്ലെങ്കിൽ എന്താ ഉള്ളതെന്ന് നോക്കിയിട്ട് പറയാം. സോ ഞാനിപ്പോൾ നിൽക്കുന്ന സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഏജൻറ് ഓറഞ്ചിനെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. സോ അതിന് US ആർമി എന്തൊക്കെ ചെയ്തു എന്നുള്ളതിൻ്റെ എന്താ പറയുക, ഒരു ആഫ്റ്റർ എഫക്ട്സും കുറേ ഫോട്ടോസും കുറച്ച് ഡിസ്റ്റർബിങ് ആണ്. പക്ഷേ എനിക്കിത് എന്താണെന്ന് അറിയണമെന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഉള്ളിൽ കയറിയത്. അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് പറ്റണ പോലെ ഞാൻ കാണിച്ചുതരാം. സോ ഇതിന് മനസ്സിലാവുന്ന വെച്ചാൽ വിയറ്റ്നാമിലുള്ള ആൾക്കാർ മാത്രമല്ല ഇത് അഫക്റ്റ് ചെയ്തേക്കുന്നത്. ആക്ച്വലി ഇവിടെ വാറിനൊക്കെ എത്തിയിട്ടുണ്ടായിരുന്ന US ആർമിയിലെ പല സോൾജേഴ്സിനും ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, സൗത്ത് കൊറിയ അതിലുള്ള പല സോൾജേഴ്സിനും ഇത് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഈവൻ ഇപ്പോഴത്തെ ജനറേഷനിലെ ആൾക്കാരും അനുഭവിക്കുന്നുണ്ട്, ലൈക്ക് കുറച്ച് പേര്. സോ അവരുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് അവർ മെയിനായിട്ട് ഈ വേവിച്ച ഭക്ഷണങ്ങളൊക്കെ കഴിക്കണമെന്നാണ് പറഞ്ഞ് കേട്ടത്. സോ ഫൈനലി നമ്മളിത് ഈ വാർ മ്യൂസിയത്തിൽ നിന്ന് പുറത്തേക്ക് പോവാണ്. ലാസ്റ്റായിട്ട് ഇതിൻ്റെ പുറത്ത് നമ്മൾ ആദ്യം കണ്ട പോലെ തന്നെ കുറച്ച് വെപ്പൺസും അവരുടെ വെഹിക്കിൾസും ഒക്കെ ഇവിടെ ഉണ്ട്. സോ അതും കൂടെ കാണിച്ചിട്ട് വാർ മ്യൂസിയത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങാണ്. സോ നെക്സ്റ്റ് നമ്മൾ പോണത് ലഞ്ച് കഴിക്കാനാണ്. സോ ഈ വീഡിയോസും കൂടെ കണ്ടിട്ട് നമുക്ക് ബസ്സിലേക്ക് പോകാം.
എന്തായാലും ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ചെറിയൊരു പ്ലാനിൽ ചേഞ്ച് ഉണ്ട്. നമ്മളിപ്പോൾ ഇതേ ഒരു പാലസിൻ്റെ ഫ്രണ്ടിൽ വന്നേക്കാണ്. ഇത് ആക്ച്വലി ഫ്രഞ്ചുകാർ പണിഞ്ഞൊരു പാലസ് ആയിരുന്നു. ബട്ട് അത് ബോംബിട്ട് തകർത്ത് പിന്നെയും അവർ റീബിൽഡ് ചെയ്തതാണ് ഇവിടുത്തെ ആൾക്കാർ. സോ ഇപ്പോൾ ഇത് അറിയപ്പെടുന്നത് ഇൻഡിപെൻഡൻറ്റ് പാലസ് ആയിട്ടാണ്. ബട്ട് ഇവിടെ ആരും താമസിക്കണമൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റില്ല, എന്നാലും ഫോട്ടോ എടുക്കാൻ വേണ്ടി ജസ്റ്റ് നമ്മളൊന്ന് സൈഡാക്കിയതാണ്. നമ്മൾ ആക്ച്വലി നല്ലൊരു ഇന്ത്യൻ ടൈപ്പ് ലഞ്ച് കഴിച്ചു. റൊട്ടി പ്ലസ് റൈസും പക്കോട അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കഴിച്ചിട്ട് ഇപ്പോൾ ഇത് ഉറക്കം തൂങ്ങി ആകെ മൊത്തം ക്ഷീണമായി. ഇനിയിപ്പോൾ ഞങ്ങളിത് ഇറങ്ങി റൂമിലേക്ക് പോവാണ്. എല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട്, ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സോ റൂമിലോട്ട് കയറി കിടന്നിട്ട് കുറച്ച് നേരം കിടന്ന് റെസ്റ്റ് എടുത്ത് വൈകിട്ട് ഡിന്നറിന് ഇറങ്ങാമെന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഇന്നെന്തായാലും വലിയ ഹെക്ടിക് ഡേ അല്ല, മേ ബി നാളെ തൊട്ട് അങ്ങനെ ആയിരിക്കും. നാളെ നമ്മളൊരു കേവിലോട്ടൊക്കെയാണ് പോണത്. സോ റൂമും കൂടെ കാണിച്ചിട്ട് ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.